ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ നടൻ ജയറാമിന്റെ പ്രതികരണവും വരുന്നുണ്ട്. ഭക്തി കൊണ്ടാണ് ശബരിമലയിലെ സ്വർണ്ണപ്പാളി വീട്ടിൽ കൊണ്ടുവന്ന പൂജ നടത്തിയതെന്ന് ജയറാം 24 പറഞ്ഞു. വിവാദമാകുമെന്ന് കരുതിയില്ലെന്നും ജയറാം പറയുകയാണ്. നമ്മളൊന്നും അറിഞ്ഞിട്ടല്ലല്ലോ. പ്രത്യേകിച്ച് ഒരു 50 വർഷമായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന ഒരു അയ്യപ്പ ഭക്തനായിട്ടുള്ള എന്നെ സംബന്ധിച്ച് ഒരാൾ ഫോണിൽ വിളിച്ച് അയ്യപ്പസ്വാമിയുടെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഒരു വാതിൽ അല്ലെങ്കിൽ ഒരു കട്ടില ഒരു സംഗതി അത് ഒന്ന് പൂജിക്കാനായിട്ട് താങ്കൾ വരുമോ എന്ന് ചോദിക്കുമ്പോൾ അതൊരു അയ്യപ്പ ഭക്തന് കിട്ടുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യമല്ലേ. ഞാനല്ലായിരിക്കാം എൻ്റെ സ്ഥാനത്ത് ആരാണെങ്കിലും ഓടിപ്പോകുന്നത്. അയ്യപ്പൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു എന്തായാലും അതിലേക്കൊന്ന് തൊഴുത് ഒരു കർപ്പൂരം കാണിക്കാൻ ഒരു ഭാഗ്യം ദൈവം എനിക്ക് തന്നല്ലോ എന്ന് ഞാൻ വിചാരിക്കുക. പക്ഷെ അത് പിൽക്കാലത്ത് 4-5 വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു ഇതിലേക്ക് നീങ്ങും, ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നമുക്കറിയില്ലല്ലോ സാർ. അതുതന്നെയാണത്. അതിൽ ജയറാമിന് ഒരു തരത്തിലും കുറ്റം പറയാൻ കഴിയില്ല. കാര്യം ഈ ശബരിമല ഭക്തർക്ക് അവിടെയുള്ള ഏത് വസ്തു, അതിന് സ്വർണ്ണമെന്നല്ല, വെള്ളിയെന്നല്ല, ചെമ്പെന്നല്ല, ഇനി 4 കരിക്കട്ട എന്ന് തന്നെ വെക്കൂ. ആ കരിക്കട്ടയാണെങ്കിൽ പോലും അവർക്കത് പ്രൈസ്ലെസ് ആണ്, അമൂല്യമാണ്. കേരളത്തിലുള്ള ഭക്തർക്കും കേരളത്തിന് പുറത്തുള്ള ഭക്തർക്കും. അപ്പോൾ അവിടെ ദ്വാരപാലകരുടെ ശില്പമുണ്ട്, ഒന്ന് വീട്ടിലോട്ട് ഒന്ന് പൂജിക്കാൻ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 വട്ടം സമ്മതം എന്നേ ഒരു ഭക്തൻ പറയുകയുള്ളൂ. ആ ഭക്തി ഇയാൾ ചൂഷണം ചെയ്തിട്ടുണ്ടോ, ഭക്തരിൽ നിന്ന് ഇയാൾ അതിനുള്ള പ്രതിഫലം പറ്റിയിട്ടുണ്ടോ, അയാളത് ഒരർത്ഥത്തിൽ തൂക്കി വിട്ടിട്ടുണ്ടോ എന്നതാണ് ഉയരുന്ന ചോദ്യം. അതിൻ്റെ ഈ വിജിലൻസ് അന്വേഷണത്തിലാണ് മറുപടി പറയേണ്ടത്. ഉറപ്പാണ് പോറ്റി ഒറ്റയ്ക്ക് പണി ഒന്നും ചെയ്യും എന്ന അയ്യാഹാരം കഴിക്കുന്ന ആരും വിശ്വസിക്കുകയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.